നമസ്കാരം ഡോക്ടർ 2PM സ്വാഗതം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ്, ഉറക്കം, ജീവിത രീതി, മാനസിക സമ്മർദ്ദം, പരിസ്ഥിതി മലിനീകരണം, അൾട്രാവയലറ്റ് രശ്മികൾ തുടങ്ങിയ നിരവധി കാരണങ്ങൾ നമ്മുടെ ചർമ്മത്തെ ദിവസേന തകരാറിലാക്കുന്നുണ്ട്. ആരോഗ്യമുള്ള ചർമ്മം നമ്മുടെ ശരീരത്തിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിൻ്റെ ബാഹ്യലക്ഷണമാണ്. ചർമ്മത്തെ ബാധിക്കുന്ന രോഗങ്ങളും അവയെ തടയാനുള്ള വഴികളെക്കുറിച്ചും ശരിയായ അറിവ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ശരിയായ അറിവ് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർമ്മ സംരക്ഷണത്തിനുള്ള ശ്രമങ്ങൾ വിപരീത ഫലം ചെയ്യും. ചർമ്മ സംരക്ഷണത്തിനും രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഡോക്ടർ 2PM ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം സെറീൻ സ്കിൻ ആൻഡ് ലേസർ ക്ലിനിക്കിലെ ചർമ്മരോഗ വിദഗ്ധയായ ഡോക്ടർ സോണിയയാണ്. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ, വെച്ച് താമസിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റേണ്ടതായിട്ടുള്ള ചർമ്മ രോഗങ്ങൾ എന്തൊക്കെയാണ്, അത്തരം ചർമ്മ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവഗണിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ്? ചർമ്മരോഗങ്ങളെ നമുക്ക് പല വഴികളിലായിട്ട് തിരിക്കാം. ഏത് രോഗവും വെച്ച് താമസിപ്പിക്കുന്ന അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഇൻഫെക്ഷൻസ് ആണ്. സ്കിൻ ഇൻഫെക്ഷൻസ് ഒരു കാലവും നമ്മൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് ചിക്കൻ പോക്സ് ഇൻഫെക്ഷൻ വരുന്നു, ഹെർപ്പിസ് ഇൻഫെക്ഷൻ വരുന്നു, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നു. അതിൻ്റെ തുടക്കത്തിൽ ചികിത്സിച്ചാൽ എത്രയും പെട്ടെന്ന് അത് ഭേദമായി പോകും. അതേസമയം അത് ഈവൻ ഒരു 2 ദിവസം 3 ദിവസം 4 ദിവസം നീങ്ങിപ്പോയാൽ അതിനനുസരിച്ച് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആവും, സ്പ്രെഡ് ആകും. അപ്പോൾ ഡെഫിനറ്റ്ലി അത് എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക. ഇൻഫെക്ഷൻസ് എന്ത് കണ്ടാലും അതിൻ്റെ ലക്ഷണങ്ങളാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ചികിത്സിക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി. രണ്ടാമത്, യു ഗെറ്റ് അതർ, ഇപ്പോൾ സ്ഥിരം ക്രോണിക് ആയിട്ട് വരുന്ന ചില സ്കിൻ കണ്ടീഷൻസ് ഉണ്ട്. അതൊരു രോഗാവസ്ഥയായിട്ട് മാറണമെങ്കിൽ തന്നെ ഒരുപാട് നാളെടുക്കും. കുറച്ച് പതുക്കെ ആയിട്ടാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് തന്നെ. സ്കിൻ ക്രോണിക് കണ്ടീഷനിലേക്ക് ഇപ്പോൾ സോറിയാസിസ് ഇരിക്കുന്നു, വിറ്റലൈഗോ ഉണ്ട്, അല്ലെങ്കിൽ ലൈക്കൻ പ്ലാനസ് പോലെയുള്ള ഡിസീസസ്, ഇതൊക്കെ ഉണ്ടായി വരണമെങ്കിൽ കുറച്ചിങ്ങനെ ഒരു സമയമെടുക്കും. അത് മനസ്സിലാക്കി വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് അതൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടാൽ അത് കൂടുതൽ ക്രോണിക് ആവാതെ നമുക്കത് രക്ഷിക്കാൻ പറ്റും. അനദർ ഓർ മേ ബി ഐ വുഡ് സേ ക്യാൻസേഴ്സ്, സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ട്, ചെറിയ മോൾസിൽ ഉണ്ടാകുന്ന ക്യാൻസേഴ്സ്. ഇങ്ങനെയുള്ള സ്കിൻ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതും എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക. ഡോക്ടർ, നമുക്ക് വളരെ സാധാരണമായിട്ടുള്ള സ്കിൻ പ്രശ്നങ്ങളിലൊന്നാണ് മുഖക്കുരു എന്നത്. കൗമാരക്കാരിലൊക്കെ ഒരുപാട് കാണുന്നതാണ്. പക്ഷേ ചെറിയ മുഖക്കുരു പ്രശ്നങ്ങളല്ലാതെ തന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന തുടർച്ചയായി ഉണ്ടാകുന്ന മുഖക്കുരുവിന് ചികിത്സ തേടേണ്ടതായിട്ടുള്ള അവസ്ഥയിൽ എന്തൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ്, എന്താണ് ചെയ്യേണ്ടത്? മുഖക്കുരു അതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇതിപ്പോൾ കൗമാരക്കാരിൽ എടുത്താൽ ഒരു 75% ആൾക്കാർക്കും ഈ മുഖക്കുരുവിൻ്റെ ലക്ഷണങ്ങൾ കാണാം. അത് പല റേഞ്ചാണ്. അതായത് ചെറിയ സ്പോട്ട്സ് പോലെ വരുന്ന മുഖക്കുരു അല്ലാതെ വലിയ പഴുത്ത് സിസ്റ്റിക് ആക്നി പോലെ, വലിയ ഒരു നോഡിലോ സിസ്റ്റിക് ആക്നി പോലെ വലിയ കുരുക്കളായിട്ട് ദേഹത്ത്, ചെസ്റ്റിൽ, ബാക്ക്, ഫേസ്, ഇതൊക്കെ വരുന്ന വളരെ സീരിയസ് മുഖക്കുരുവുണ്ട്. സോ അത് മുഖക്കുരു എന്നതൊരു രോഗമായിട്ട് ആക്ച്വലി നമ്മളിപ്പോൾ അതിനെ കൺസിഡർ ചെയ്യാറില്ല. ദാറ്റ് ഇസ് എ കണ്ടീഷൻ. ഒരു പ്രായത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഹോർമോണൽ ചേഞ്ച് കൊണ്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. അത് കൗമാരപ്രായക്കാരിൽ വരുമ്പോൾ 90% ആ പ്രായത്തിൻ്റേതായ ഹോർമോണൽ ചേഞ്ചായിട്ട് നമ്മളതിനെ ചികിത്സിക്കുകയും അത് കൂടുതൽ പ്രശ്നം വരാതെയും അത് പാടുകളാകാതെ കുഴികളാകാതെ ഒക്കെ യു ക്യാൻ ട്രീറ്റ്. പക്ഷേ അതൊരു രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്നത് ബോഡിയിൽ എന്തെങ്കിലും ഹോർമോൺസിൻ്റെ ചേഞ്ച്, അതായത് ഒരു തെറ്റായ ഹോർമോൺസ്, അതായത് അവിടെ ആ സമയത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത ഹോർമോണുകളോ അല്ലെങ്കിൽ ഹോർമോണിൻ്റെ അളവ് കൂടുകയോ. ഇപ്പോൾ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് കൗമാരക്കാരിൽ ഒരുപാട് പേർക്ക് അത് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആക്നി വളരെ കോമൺ ആണ്. അപ്പോൾ അങ്ങനൊരു സംശയം നമ്മൾക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി അതിനെ കൂടുതൽ ഗൗരവമായിട്ട് കാണുക. അഡൾട്ടിൽ വരുന്ന ആക്നി, അതായത് ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ട് തുടങ്ങുന്ന മുഖക്കുരു, അതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഇത് നമ്മുടെ സ്കിന്നെന്ന് പറയുന്നത് ഒരു ഹെൽത്തിൻ്റെ റിഫ്ലക്ഷനാണ്. എപ്പോഴും ആ ഹെൽത്ത് ആസ്പെക്റ്റ് നമ്മൾ മറക്കരുത്. നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മളുടെ ഉള്ളിലുള്ള ഹോർമോണൽ ചേഞ്ചസ്, ഇതിൻ്റെ എല്ലാം ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷനാണ് മുഖക്കുരു എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ അത് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഇത് നിസ്സാരമാക്കുന്നതാണോ, എന്ത് ടൈപ്പാണ്, കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ടതാണോ എന്നൊക്കെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ഉത്തമം. ഡോക്ടർ, നമുക്ക് തിരിച്ചെത്താം. തിരൂരിൽ നിന്ന് ഷഹന എന്നൊരു പ്രേക്ഷകയുണ്ട്. ഷഹന, സംസാരിച്ചോളൂ.
പറയൂ. ഹലോ ഹലോ പറയൂ പറയൂ ഹലോ ഡോക്ടർ. പറയൂ ഷഹന. ചോദിച്ചോളൂ. ഹലോ, ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പറയൂ. പിന്നെ ചൊറിയോളെ കാരണം അറിയ ചൊറിയാണ്. ക്ലിയർ അല്ലല്ലോ. ഒന്നുകൂടി ഹലോ, പറയൂ. കാൽമച്ചൊറി. കുട്ടിക്ക് ചൊറിയാണ്. ചർമ്മത്തിനാ ചൊറി. ചൊറിച്ചിൽ. ഓക്കെ, ചൊറിയുണ്ട്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിരിക്കണേ. എത്ര വയസ്സുണ്ട് കുട്ടിക്ക്? 13 വയസ്സ് കഴിഞ്ഞ്. 13 വയസ്സ്. ഏത് കാലം മുതൽ ഇങ്ങനെ ആ ചൊറിയുണ്ട്? ഇങ്ങനെ 5-6 വർഷമായിട്ട് ചൊറിയുണ്ട്. അതെന്ത് ഗുളിക കുടിക്കും മാറും. ശരി, 5ാം ക്ലാസ് മുതൽ ഇത് ഗുളിക കുടിക്കുമ്പോൾ മാത്രമേ അത് മാറാറുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും? പിന്നെയും ചൊറിയ, പിന്നെ ആ തലമ ഒരു കറുപ്പ് കലയാണ്. അത് ഡെഫിനറ്റ്ലി സ്കിന്നിൻ്റെ ടെസ്റ്റ് നോക്കി അത് മറ്റു തരം സ്കിൻ രോഗങ്ങളിൽ എന്തെങ്കിലും പെടുന്നതാണോ, എക്സീമ അല്ലെങ്കിൽ ലൈക്കൺ പ്ലാനസ് പോലെയോ അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളിൽ പെടുന്നതാണോ എന്ന് നിർണയിച്ചിട്ടുണ്ടോ? ഇത് ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ചൊറിക്കാനുള്ള ഗുളിക ചെയ്തോ ആഴ്ചയിൽ കുടിക്കാണ്ട് അങ്ങനെയുള്ള ഗുളിക കുടിക്കാനല്ല, ഞങ്ങൾ ചൊറിക്കിട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ചൊറി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ജസ്റ്റ് ചൊറിച്ചിൽ മാത്രമേ ഉള്ളൂ അതോ പഴുത്ത് പൊട്ടി ചലം അങ്ങനെയൊക്കെ വരാനുള്ളൂ? ചൊറിച്ചിൽ മാത്രമേ ഉള്ളൂ. ചൊറിച്ചിൽ ചൊറിഞ്ഞിട്ട് മുറി വയ്ക്കണം, മുറിയാവുകയാണ്. ശരി, അത് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഇങ്ങനെയുള്ള ക്രോണിക് ഇച്ചിങ് ഡെർമറ്റോസിസിന് പല കാരണങ്ങളുണ്ട്. ഈ പ്രായത്തിൽ കൂടുതലും ഏറ്റോപിക് എക്സീമ എന്ന് പറയും. കുട്ടിക്ക് ആസ്മയോ വലിവോ അങ്ങനത്തെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? കോള് കട്ടായെന്ന് തോന്നുന്നു ഡോക്ടർ. മിക്കവാറും ഈ പ്രായത്തിൽ ആസ്മ, ഈ അലർജി, ഈ മൂക്കൊലിപ്പ്, തുടർച്ചയായ മൂക്കൊലിപ്പ്, കണ്ണ് ചൊറിച്ചിൽ, ഇങ്ങനെയുള്ള അലർജീസ് ഉള്ള കുട്ടികളിൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. അതായത് സ്കിന്നിൽ വരുന്ന ഏറ്റോപിക് എക്സീമ അല്ലെ ഏറ്റോപിക് ഡെർമറ്റൈറ്റിസ്. ഇത് ഏറ്റക്കുറച്ചിലുള്ള അതായത് അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു അസുഖമാണ്. ബേസിക്കലി അതിൻ്റെ സ്കിൻ ഡ്രൈനെസ് ആണ് ഇതിൻ്റെ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം വരുമ്പോൾ മാത്രം പോയി ഡോക്ടറെ അടുത്ത് നിന്ന് എടുക്കാതെ ഒരു സ്ഥിരമായ ഒരു ദിനചര്യ അതിനു വേണ്ടി ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് ഡെയിലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ്, യൂസ് ചെയ്യുന്ന സോപ്പിൻ്റെ ഏത് തരം സോപ്പ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ തരം വസ്ത്രങ്ങളാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കാലാവസ്ഥകൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം ഒരു കോംപ്രിഹെൻസീവായിട്ട് നോക്കിയാലേ ഏറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ളത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. തിരൂരങ്ങാടിയിൽ നിന്ന് ഹുസൈനാണ്. ഹുസൈൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ ഹുസൈൻ. സംസാരിച്ചോളൂ. ഡോക്ടർ കേൾക്കുന്നുണ്ട്, സംസാരിച്ചോളൂ. പിന്നെ എനിക്ക് ഡ്രൈ സ്കിന്നാണ്. എനിക്ക് എന്റെ മക്കൾക്ക് ഡ്രൈ സ്കിന്നാണ് പൊതുവെ. എന്തായാലും പരിഹാരം ഉണ്ടോ? ഡ്രൈ സ്കിൻ കൂടുതൽ മുളിഞ്ഞു വരിക, എന്തെങ്കിലും പ്രത്യേക പരിഹാരം ഉണ്ടോ? അതായത് ഫാമിലി എല്ലാവരും ഡ്രൈ സ്കിൻ ആണ്? ഞാൻ ഡ്രൈ സ്കിന്നാണ്, അപ്പൊ എന്റെ മക്കൾക്കും ഡ്രൈ സ്കിൻ ഉണ്ട്. ഓക്കെ, അത് ജനറ്റിക്കലി നമ്മൾക്ക് കിട്ടുന്ന ഒരു സ്കിൻ ടൈപ്പാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. അതിനെ സത്യത്തിൽ ട്രീറ്റ് ചെയ്ത് പാടെ അതൊരു ഓയിലി സ്കിന്നോ അല്ലെങ്കിൽ നോർമൽ സ്കിന്നോ ആക്കി മാറ്റാൻ സത്യത്തിൽ പറ്റില്ല. ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ എല്ലാവരുടെയും സ്കിന്നിൻ്റെ പുറമേലുള്ള ഒരു ഓയിൽ പ്രതലം ഇങ്ങനെയുള്ള ഡ്രൈ സ്കിൻകാർക്ക് അത് ഉണ്ടാവില്ല. അത് ജന്മനാ തന്നെ അത് ഉണ്ടാവാനുള്ള സിദ്ധി ആ സെൽസിന് കുറവാണ്. അതുകൊണ്ടാണ് ഒരാളുടെ ഡ്രൈ സ്കിന്നായി മാറുന്നത്. അല്ലെങ്കിൽ ചിലർക്ക് ഓയിലി സ്കിന്നായിട്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഓയിൽ വളരെ ക്രമാതീതമായിട്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു ചർമ്മ ടൈപ്പാണത്. സോ വാട്ട് യു ഹാവ് ടു ഇത് ചെയ്യേണ്ട എന്താ വെച്ചാൽ കുളിച്ച ശേഷം ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് സ്ഥിരം ഒരു ദിനചര്യ ആക്കണം. അത് ഇത്ര ദിവസത്തേക്കെന്നോ അങ്ങനെയൊന്നുമില്ല. വൈറ്റമിൻ എ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക നന്നായിട്ട്. അതിനുള്ള ക്യാപ്സ്യൂൾസ് ഉണ്ട്, ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ള മരുന്നുകൾ. കേട്ടില്ല. പ്രത്യേകം സോപ്പ് എന്ന് വെച്ചാൽ കൂടുതൽ കാരത്തിൻ്റെ അളവ് കുറഞ്ഞത്, നമ്മുടെ സ്കിൻ pH ആയിട്ട് ചേർന്ന് 5.5 സ്കിൻ pH ഉള്ള ഗ്ലിസറിൻ അടങ്ങിയ സോപ്പ് അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സ് അടങ്ങിയ സോപ്പുകളുണ്ട്. അത് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടാൽ ഡെഫിനറ്റ്ലി അത് എഴുതി തരും. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഈ മാറി മാറി സോപ്പുകൾ ഇടാതെ സ്ഥിരമായിട്ട് അത് തന്നെ യൂസ് ചെയ്യുക. ഡോക്ടർ, നമുക്ക് ഇടുക്കിയിൽ നിന്ന് ലത എന്ന പ്രേക്ഷകയുണ്ട്. ലത, സംസാരിച്ചോളൂ. പറയൂ ലത, കേൾക്കാമോ? പറയൂ പറയൂ ലത. അത് എന്റെ ഭർത്താവിന് വേണ്ടിയായിരുന്നേ. പറയൂ. ഹലോ, എന്റെ ഭർത്താവിന് വേണ്ടിയായിരുന്നേ. എന്റെ ഭർത്താവിന് എന്റെ ദേഹത്തെ ഇങ്ങനെ പൊള്ളി കൊമളിക്കുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ വരുമായിരുന്നു.
ഓരോ കുരുക്കള്. പൊള്ളിയ കുരുക്കൾ പോലെ? പൊള്ളി കൊമളിക്കുന്ന പോലെ വരും. ആദ്യമേ ചുമന്ന് തുടുത്ത് വരും, അത് കഴിയുമ്പോ പൊള്ളി കൊമളിക്കുന്ന പോലെ വരും. അത് കഴിഞ്ഞ് പിറ്റേന്നാകുമ്പോ അത് നമ്മൾ തേക്കുകയൊക്കെ ചെയ്യുമ്പോ, മേല് തേക്കുകയൊക്കെ ചെയ്യുമ്പോ പൊട്ടിപ്പോവും. ഓക്കെ, അത് വെള്ളം പൊള്ളിച്ചു വരുന്നത് പോലെ, ഉള്ളിൽ വെള്ളത്തോട് കൂടി അങ്ങനെ തന്നെ വരുമായിരുന്നു. അപ്പൊ അതൊരു 2-3 വർഷമായി. അപ്പൊ ഞങ്ങളിവിടെ സ്കിന്നിന്റെ ഒരു അടുത്തുള്ള ഒരു ഡോക്ടറെ, കട്ടപ്പനയിലുള്ള ഒരു ഡോക്ടറെ പോയി ഞങ്ങൾ കണ്ടു. അപ്പൊ അവിടുന്ന് വന്നോണ്ടിരുന്ന മരുന്നുകളാണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അത് ആ മരുന്ന് കഴിക്കുമ്പം കുറവുണ്ട്. ഓക്കെ, അത് എന്ത് അസുഖമാണെന്ന് നിർണയിച്ചോ? ബിക്കോസ് ഈ പൊള്ളി വരുന്ന അവര് പറഞ്ഞു പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം കുറയ്ക്കാൻ പറഞ്ഞു, പുളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങനെ നോക്കി. ബയോപ്സി എടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. അത് വളരെ അത്യാവശ്യം. എന്ന് വെച്ചാൽ സ്കിന്നിൽ ഇതുപോലെ വെള്ളം പൊള്ളിച്ച് വരുന്ന വെസിക്കുലോ ബുള്ളസ് ഡിസീസസ് എന്ന് പറഞ്ഞ് ഒരു പറ്റം അസുഖങ്ങളുണ്ട്. ഇതുപോലെ വന്നു പോയി നിൽക്കുന്ന സ്കിന്നിൽ ഉണ്ടാവുന്ന ഈ ബുള്ളസ് ഡിസീസസ്. ഇത് ഏത് വകുപ്പിൽ പെടുന്നു എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ആ സ്കിന്നിൻ്റെ ഒരു ബയോപ്സി എടുക്കണം. ഒരു ടെസ്റ്റ് എടുത്ത് അത് ലാബിൽ ടെസ്റ്റ് നിശ്ചയിച്ച് പത്തോളജി നോക്കി എന്ത് ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡെർമറ്റോളജിസ്റ്റിനോട്, സ്കിൻ ഡോക്ടറെ തന്നെയാണോ കാണിച്ചുകൊണ്ടിരുന്നത്? സ്കിൻ ഡോക്ടറെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ബയോപ്സിക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള സൗകര്യങ്ങളുള്ള ഒരിടത്ത് പോയി സ്കിൻ ബയോപ്സി എടുത്ത് അതിൻ്റെ ഡിസീസ് ആക്ച്വലി കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. ഡോക്ടർ, നമുക്ക് ആലുവയിൽ നിന്ന് അഫ്സൽ എന്നൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. അഫ്സൽ, കേൾക്കാമോ? സംസാരിച്ചോളൂ. പറഞ്ഞോളൂ അഫ്സൽ. നമസ്കാരം, പറയൂ. എന്റെ ഈ കാലിലെ ഈ രോമത്തിന്റെ അവിടെ കുറെ കുരുക്കൾ ഇങ്ങനെ വന്നു വട്ടത്തിലായിട്ട്, കുറെ ഉണ്ട്. ഓക്കെ, രോമത്തിന്റെ ഉള്ളിൽ നിന്ന് മാത്രം കുരുക്കൾ ഉണ്ടാവുന്നോ? ഹലോ, രോമത്തില് കുരുക്കൾ ഉണ്ടാവുകയാണോ? ഹലോ അഫ്സലിന് കേൾക്കാമോ? ഹലോ ഡോക്ടർ, ആ കോള് കട്ടായെന്ന് തോന്നുന്നു. കോൾ കട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുട്ടികളുടെ സ്കിൻ പ്രോബ്ലംസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഈ കരപ്പൻ ഉണ്ടാവുക, ചൊറി ഉണ്ടാവുക, ഡ്രൈ സ്കിൻ ഉണ്ടാവുക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കത് സ്വയം കെയർ ചെയ്യാൻ അറിയാത്തൊരവസ്ഥയായിരിക്കും, ചൊറിയുന്നുണ്ടാവും അല്ലാതെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതെ, കുട്ടികളിൽ ഡിസീസ് ഉണ്ടാകുമ്പോൾ, ഒരു സ്കിൻ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് കെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ അവർ തീരെ ചെറുതായിരിക്കാം, അല്ലെങ്കിൽ അവർ ഓടി നടക്കുന്ന പ്രായമായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയമായിരിക്കാം. ഇത് കൃത്യമായിട്ട് ഇടാൻ അവരെ കൊണ്ട് സ്വന്തമായിട്ട് കഴിയില്ല. അപ്പോൾ എപ്പോഴും പേരൻസാണ് അതിനെ ട്രീറ്റ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അവരുടെ ഫുഡായാലും അവരുടെ ഹാബിറ്റ്സ് ആയാലും എല്ലാം ചെയ്യേണ്ടത് പേരൻസിൻ്റെ ഒരു കടമയാണ്. അപ്പോൾ ഈ പീഡിയാട്രിക് സ്കിൻ ഡിസീസസ് വരുമ്പോൾ അതൊരു ഏറ്റവും വലിയ ചാലഞ്ചാണ്. എപ്പോഴും ഞാൻ പേഷ്യൻസിനോട് പറയാറുണ്ട്, അമ്മയോ അച്ഛനോ ആണ് ഏറ്റവും നല്ല ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ബിക്കോസ് ഈ കരപ്പൻ എന്നൊക്കെ പറയുന്നത് എക്സീമ എന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയുക. എക്സീമ എപ്പോഴും അതിന് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അതിന് ചില കാര്യങ്ങൾ കൊണ്ട് ഇത് കൂടാം, ചിലത് കൊണ്ട് കുറയാം. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു പേരൻറ്റിന്, ഇത് ഡോക്ടേഴ്സിന് തന്നെ തിരിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് അവരുടെ ആ ക്ലൂ വന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ്, ട്രീറ്റ്മെൻറ്റിലെ വ്യത്യാസങ്ങൾ ഇതെല്ലാം വരുത്താൻ പറ്റും. സോ എക്സിമ അല്ലെങ്കിൽ കരപ്പൻ പോലെയുള്ളത് ട്രീറ്റ് ചെയ്യുന്നത് വെച്ചാൽ ക്രോണിക് ഡിസീസ്. അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ഉണ്ട്. പക്ഷേ ഡെയിലി കെയർ ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഡോക്ടർ, ഈ ഡെയിലി കെയർ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു പുതിയ ഉടുപ്പ് വാങ്ങി ഇട്ടാൽ പോലും ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ട്. ഏത് വസ്തുക്കളിൽ നിന്നും അവർക്ക് അലർജി കൂടാനുള്ള ചാൻസ്. ഫൈബേഴ്സ്, നമ്മൾ ഡ്രസ്സ്, കൊച്ചു കുട്ടികളാണെങ്കിൽ നമ്മൾ റാപ്പ് ചെയ്യുന്ന ബ്ലാങ്കറ്റ്സ് ഉണ്ടല്ലോ, അത് ഇപ്പോൾ വളരെ ഫാൻസി ആയിട്ടുള്ള പല കളേഴ്സിലുള്ള ബ്ലാങ്കറ്റ്സ് ഒക്കെ കിട്ടും. അതിൻ്റെ ഫൈബർ അവരുടെ കുട്ടികളെ ഒരഞ്ഞാൽ ഉണ്ടാകുന്ന ആ എക്സിമ എക്സാസെർബേറ്റ് ചെയ്യും. അപ്പോൾ ചില കേസസിൽ ആ ഒരു ടൈപ്പ് ഓഫ് ബ്ലാങ്കറ്റ് മാറ്റി നിങ്ങൾ വെറും വെള്ള കോട്ടൺ ക്ലോത്ത് തന്നെ ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ ആ അസുഖം അവിടെ ഒരു 90% അതങ്ങ് കൺട്രോൾ ആകുകയാണ്. ഇങ്ങനെ കൊച്ചു കാര്യങ്ങൾ പോലും കുട്ടികളുടെ ഡെർമറ്റൈറ്റിസ് വരുമ്പോൾ ശ്രദ്ധിക്കണം. കളർ കൂടുതലുള്ള ഡ്രസ്സസ് ഇടുമ്പോൾ അതിലെ ഡൈസ് ഇവരുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. സോപ്പ് ഇട്ട് വാഷ് ചെയ്യുമ്പോൾ. വിശദമായിട്ട് സംസാരിക്കാം. ഒരു ഇടവേളയ്ക്ക് സമയമായിരിക്കുന്നു. ഇനി ഒരു ഇടവേള.
ഡോക്ടർ 2PM തുടരുന്നു. ഡോക്ടർ, ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകൾ കൺസേൺഡ് ആവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചർമ്മത്തിൻ്റെ നിറത്തിൻ്റെ കാര്യത്തിലായിരിക്കും. എല്ലാ വെളുപ്പ് നിറത്തോട് അത്രയധികം ഭ്രമമാണ് ആളുകൾക്ക്. എത്ര പണം മുടക്കും, എത്ര കഷ്ടപ്പെട്ടും എങ്ങനെയെങ്കിലും വെളുക്കണം എന്നാണ് ആളുകൾക്ക്. അപ്പോൾ ഡോക്ടറുടെ ഒരു അനുഭവം വെച്ചിട്ട് ഇങ്ങനെ വെളുക്കുക സാധ്യമാണോ? അത് നടപ്പുള്ള കാര്യമാണോ? വളരെ ഒരു റെലവൻറ്റ് പോയിൻ്റാണ് ഇപ്പോൾ പറഞ്ഞത്. ബിക്കോസ് ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരു ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാനൊരു കോസ്മെറ്റോളജി ക്ലിനിക്ക് നടത്തുമ്പോൾ ഒരു 50% കൂടുതൽ ആളുകൾ സ്കിൻ കളർ ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് വന്ന് പറയാറുണ്ട്. അത് അവരവരുടെ അറിവില്ലായ്മ കൊണ്ടാണോ അതോ അവർ പല പരസ്യങ്ങളും പലതും കണ്ട് ഭ്രമിച്ചിട്ടാണോ? നോർമലി ഒരു ഇരുനിറമുള്ള ഒരു കുട്ടി ഇതിൻ്റെ സ്കിൻ ടോൺ ഫുള്ളായിട്ട് വെളുക്കണം എന്ന് പറഞ്ഞ് എന്ത് വില കൊടുത്തും തയ്യാറായി വരുന്നുണ്ട്. അതൊരു വളരെ പത്തറ്റിക് കണ്ടീഷനാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾക്ക് ദയവായിട്ടൊരു സ്കിൻ കളർ തന്നിട്ടുണ്ട്. അതായത് സ്കിന്നിനൊരു ടോൺ ഉണ്ട്. അതായത് സായിപ്പന്മാരുടെ കളർ വെള്ള, നമ്മുടെ കളർ ബ്രൗൺ, ഒരു നീഗ്രോസിൻ്റെ കളർ ബ്ലാക്ക്. ഇത് നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഒരാളുടെ സ്കിന്നിൽ ഇത്ര മെലാനിൻ സെൽസ് ഉണ്ട് എന്നുള്ള നിശ്ചയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ നമ്മൾ ഫോഴ്സിബിളി മാറ്റാൻ ശ്രമിച്ചാൽ, അതായത് ശരീരത്തിൽ നിന്ന് ആ സ്കിൻ സെൽസിനെ നമ്മൾ പ്രവർത്തനം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബോഡിക്ക് അതിനനുസരിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രക്രിയ ബോഡിയിലുണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തം സെൽസിന് എഗെയിൻസ്റ്റ് ദിനം പ്രതി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ പറയുന്നത് ഈ കറുപ്പ് കലകൾ മാറ്റുന്നതിനെക്കുറിച്ചോ ടാൻ മാറ്റുന്നതിനെക്കുറിച്ചോ അല്ല. അതിന് പല സംവിധാനങ്ങളുണ്ട്, ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. സ്പോട്ട്സ് മാറ്റാം, ആക്നി സ്പോട്ട്സ് മാറ്റാം, വെളുക്കുന്ന ക്രീംസ് അതിനുണ്ട്. അതല്ലാതെ നമ്മുടെ സ്കിൻ ടോൺ മാറി ഏത് കറുത്തവരും വെളുക്കാം എന്നുള്ള ആ ഒരു ടെൻഡൻസീനെ എന്ത് വില കൊടുത്ത് നമ്മളത് എതിർക്കണം. കാര്യം എന്താ വെച്ചാൽ, ഇതിനുപയോഗിക്കുന്ന മരുന്നുകൾ വളരെ വീര്യം കൂടിയ കെമിക്കൽസാണ്. അത് എത്ര നാൾ ഉപയോഗിച്ചാൽ അതിന് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ സ്കിന്നെ അതിൻ്റെ തനതായ പ്രശ്നങ്ങൾ, തനതായ സെൽസ് നഷ്ടപ്പെട്ടു പോയിട്ട് അതിൽ ബ്രേക്കേജ്, കുരുക്കൾ, പലതരം പ്രോബ്ലംസ് അതിലുണ്ടായി സീരിയസ്ലി സ്കിൻ ഇഷ്യൂസ് ഉണ്ടായി മാറുന്നുണ്ട്. ഡോക്ടർ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമുക്ക് അതിലേക്ക് തിരിച്ചെത്താം. ഇടുക്കിയിൽ നിന്ന് രാജി എന്നൊരു പ്രേക്ഷകയുണ്ട്. രാജി, സംസാരിച്ചോളൂ. പറയൂ രാജി. കേൾക്കാമോ രാജി? ആ കോളും കട്ടായിരിക്കുന്നു. ഡോക്ടർ, നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ എന്നൊരു പ്രേക്ഷകനുണ്ട്. രാഹുൽ, സംസാരിച്ചോളൂ. പറയൂ. ഹലോ, പറയൂ രാഹുൽ. ഡോക്ടറെ, ആദ്യമായിട്ട് ഈ ബ്ലേഡും കൊണ്ട് ഷേവ് ചെയ്തപ്പോഴേ ഈ കുരുക്കൾ വരുമായിരുന്നു. പിന്നെ അങ്ങോട്ട് മാറുന്നില്ല. ഒരു 3 കൊല്ലമായി. ഓക്കെ, എത്ര കൊല്ലമായി? ഒരു 3 കൊല്ലമായി. അത് മരുന്ന് തേക്കുമ്പോൾ. ഓക്കെ, താടിയിലെ രോമത്തിന്റെ കാര്യമാണോ ഉദ്ദേശിക്കുന്നത്? അതെ, ബ്ലേഡ് കൊണ്ട് ഷേവ് ചെയ്തപ്പോൾ അവിടെ സൈഡ് മാത്രമായിട്ട്. അതെ, തിക്കായിട്ടുള്ള രോമമുള്ളവർക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണിത്. ഇത് ഷേവ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഷേവ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റായിട്ട് ഷേവ് ചെയ്യരുത്. അതായത് ആ ഹെയർ പോകുന്ന ഡയറക്ഷൻ നോക്കി അതനുസരിച്ച് വേണം ഷേവ് ചെയ്യാൻ. ഈ മുകളിലേക്ക് വരുന്ന ഹെയർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. അല്ലാതെ സ്കിന്നിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരിക്കലും ഷേവ് ചെയ്യരുത്. അത് വളരെ കൃത്യമായിട്ട് ചെയ്യുക. ഷേവ് ചെയ്ത ശേഷം ഒരു ആൻറ്റിബയോട്ടിക് ക്രീം ഇങ്ങനെയുള്ളവർ ഉപയോഗിക്കുന്നത് നല്ലത്. ഈ ഷേവ് എപ്പോഴും ഷേവ് ചെയ്യുകയും ഈ തിക്കായിട്ടുള്ള ഹെയർ ഉള്ള ഭാഗങ്ങളാണെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് തന്നെ ലേസർ ഹെയർ റിമൂവൽ കൊണ്ട് ആ ഹെയർ റൂട്ട്സിനെ അങ്ങനെ അങ്ങ് എടുത്തു മാറ്റാറുണ്ട്. ഇതിനുള്ള കൃത്യം ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഡോക്ടറെ കണ്ട് ആ സമയത്ത് എന്ത് ടൈപ്പ് ഹെയർ ഫോളിക്കിളാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ സ്റ്റൈലൊന്ന് മാറ്റിയാൽ തന്നെ മാറാൻ പറ്റാവുന്നതേ ഉള്ളൂ ഇത്തരത്തിലുള്ള കുരുക്കൾ. ഡോക്ടർ, നമുക്ക് തിരിച്ചെത്താം. ഇനി ഒരു ഇടവേളയാണ്. ഡോക്ടർ 2PM ഒരു ഇടവേള. ഡോക്ടർ 2PM തുടരുന്നു. ഡോക്ടർ, സാധാരണ ഓരോ മനുഷ്യരും ഒരു ദിവസം നിരവധി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ക്രീമുകളായിട്ട് ഫേസ് ക്രീം ആയിരിക്കും, മോയ്സ്ചറൈസർ ഉണ്ടാവും, ഷാംപൂ ഉണ്ടാവും, കണ്ടീഷണർ ഉണ്ടാവും, അങ്ങനെ പല പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇറങ്ങാറുമുണ്ട്. പക്ഷേ ഓരോ വ്യക്തികളുടെയും സ്കിൻ വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്പോൾ
ഈ പ്രോഡക്റ്റ്സ് ഒന്നും അങ്ങനെ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഉള്ളതുമായിരിക്കില്ല. അപ്പോൾ നമ്മൾക്ക് ചേരുന്ന പ്രോഡക്റ്റ്സ് എങ്ങനെ തിരഞ്ഞെടുക്കും? എത്രത്തോളം സേഫാണ് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ? അത് ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചോയ്സാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുമ്പോൾ എപ്പോഴും ഗോ ഫോർ എ ഗുഡ് ബ്രാൻഡ്. ഒന്നാമതായിട്ട് ട്രസ്റ്റഡ് ബ്രാൻഡുകൾ പലതും ഉണ്ട്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ഡോക്ടർമാർ പ്രവർത്തിച്ചിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ഒരു ട്രസ്റ്റഡ് ബ്രാൻഡ് എടുക്കുക ഒന്നാമത്തെ കാര്യം. വില കൂടിയതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കൂടിയതും കുറഞ്ഞതും തമ്മിലല്ല, ഒരു ട്രസ്റ്റഡ് ബ്രാൻഡ്. 2, എപ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. ഒരു ഇൻഗ്രീഡിയൻ്റ് എഴുതാത്തതോ അതിനകത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതോ ആയിട്ടുള്ള എന്ത് സാധനവും പ്ലീസ് ഡോണ്ട് യൂസ്. അങ്ങനെ ഇൻഗ്രീഡിയൻസ് വായിച്ചിട്ട് നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്? പലപ്പോഴും ആർക്കും മനസ്സിലാവില്ല ഇൻഗ്രീഡിയൻസിൻ്റെ പേര് വായിക്കാം. ഒരു ശീലമാകുമ്പോൾ അത് കിട്ടും. നമുക്ക് നെറ്റ് വഴിയും ഒക്കെ ഓരോന്ന് നല്ലതല്ല എന്ന് കേൾക്കാറില്ല. സ്റ്റീറോയിഡ്സ് അടങ്ങിയ വെളുക്കുന്ന ക്രീമുകളുണ്ട്. ഇത് 0, അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. മെർക്കുറി അടങ്ങിയതുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഹൈഡ്രോക്വിനോണിൻ്റെ 4% കൂടുതൽ അടങ്ങിയ വെളുക്കുന്ന ക്രീംസ് ഉണ്ട്. അല്ലെങ്കിൽ ചില പ്രിസർവേറ്റീവ്സ് ഉണ്ട്, പാരബെൻസ് ഉണ്ട്, ഫ്രേഗ്രൻസസ് ഉണ്ട്. ഇത് ഒട്ടുമുക്കാൽ മനസ്സിലാകണം എന്നില്ല, പക്ഷേ ഓൾവേസ് ലുക്ക് ഫോർ ഇൻഗ്രീഡിയൻസ്. ഡോക്ടർ, വളരെയധികം കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട്. ഒരു വലിയ വിഷയമാണ്. സമയക്കുറവ് മൂലം പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഡോക്ടർ 2 PM ഇന്ന് അവസാനിക്കുന്നു. നാളെ മറ്റു വിഷയമായി വീണ്ടും കാണാം.